ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ എത്ര മെമ്പർമാർ വേണം? മിനിമം 25 മെമ്പർമാർ ഒരുമിച്ച് കൂടണം. അവർ വ്യത്യസ്ത ഫാമിലിയിൽ നിന്നുള്ളതായിരിക്കണം. 25 മെമ്പേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് ഫാമിലി. വ്യത്യസ്ത കുടുംബത്തിൽപ്പെട്ട 25 ആളുകൾ കൂടിയാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നത്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാൻ എത്ര പേര് വേണം? 25 മെമ്പർമാർ. അവർ വ്യത്യസ്ത ഫാമിലിയിൽ നിന്നുള്ളവരായിരിക്കണം. അപ്പോൾ വ്യത്യസ്ത ഫാമിലി എന്ന് പറഞ്ഞാൽ, അപ്പോൾ വൈഫ് ഉണ്ടെങ്കിൽ പിന്നെ ഹസ്ബൻഡ് എന്തിൽ വരാൻ പാടില്ല? ഒരു മെമ്പറായിട്ട് വരാൻ പാടില്ല. അപ്പോൾ ഡിഫറെൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ നോക്കിക്കോളും. വൈഫ്, ഹസ്ബൻഡ്, ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, സ്റ്റെപ്പ് ഫാദർ, സ്റ്റെപ്പ് മദർ, സൺ, ഡോട്ടർ, സ്റ്റെപ്പ് സൺ, ഗ്രാൻഡ് ഡോട്ടർ, ഗ്രാൻഡ് സൺ, ഗ്രാൻഡ് ഡോട്ടർ, ബ്രദർ, സിസ്റ്റർ, ഹാഫ് ബ്രദർ, ഹാഫ് സിസ്റ്റർ, വൈഫ് ഓഫ് ബ്രദർ. ഇങ്ങനെ 19 മെമ്പർമാരെ കുറിച്ച് കോഓപ്പറേറ്റീവ് ലോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 19 മെമ്പർമാർ നമ്മളുടെ കുടുംബാംഗങ്ങളാണ്. അപ്പോൾ ഈ കുടുംബാംഗങ്ങൾ എന്തിൽ വരാൻ പാടില്ല? ഒരു സൊസൈറ്റിയിൽ മെമ്പർമാരായിട്ട് വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്തായിട്ട് പരിഗണിക്കില്ല? ഒരു സൊസൈറ്റി ആയിട്ട് പരിഗണിക്കില്ല. അപ്പോൾ ഡിഫറെൻറ്റ് ഫാമിലിയിൽ നിന്നുള്ള 25 മെമ്പർമാർ ഒരുമിച്ച് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നത്. അതിൽ 19 മെമ്പർമാരെ കുറിച്ച് എന്ത് പറയുന്നുണ്ട്? 19 മെമ്പർമാരെ കുറിച്ച് കോഓപ്പറേറ്റീവ് ലോയിൽ പറയുന്നുണ്ട്. ഈ 19 മെമ്പർമാർ നമ്മളുടെ കുടുംബാംഗങ്ങളാണ്. ഓക്കെ, ഇനി ഈ 25 മെമ്പർമാരിൽ നിന്ന് നമ്മൾ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. ആ കമ്മിറ്റിയുടെ പേരാണ് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി. എന്താണ്? പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി. അപ്പോൾ എന്തിനാണ് ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത്? രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താൻ, സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ 25 മെമ്പർമാരിൽ നിന്ന് രൂപീകരിക്കുന്നു. നേരത്തെ പറഞ്ഞു 25 മെമ്പർമാരാണ് ഏറ്റവും ചുരുങ്ങിയത് വേണ്ടത് എന്ന് പറഞ്ഞു. അത് മിനിമമാണ്, എത്രയും ആവും, മാക്സിമം പരിധിയില്ല. അപ്പോൾ 25 മെമ്പർമാർ ഒരുമിച്ച് കൂടി അതിൽ നിന്ന് ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കുന്നു. ആ കമ്മിറ്റിയിൽ എത്ര മെമ്പർമാരുണ്ടാവും? പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയിൽ 3 to 5 മെമ്പേഴ്സ്. അവർ 3 മുതൽ 5 വരെയുള്ള മെമ്പർമാരാണ് അതിലുണ്ടാവുക. ആ 5 മെമ്പർമാരിൽ നിന്ന്, അല്ലെങ്കിൽ 3 to 5, അതിൽ നിന്ന് ഒരാളെ ചീഫ് പ്രൊമോട്ടറായിട്ട് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം. വ്യത്യസ്ത ഫാമിലിയിൽപ്പെട്ട 25 മെമ്പർമാർ ഒരുമിച്ച് കൂടി അതിൽ നിന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി. എന്തിനു വേണ്ടിയാണ്? സൊസൈറ്റിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താൻ വേണ്ടി. അപ്പോൾ അതിനു വേണ്ടി പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി രൂപീകരിച്ചു. അതിലെത്ര മെമ്പർമാരുണ്ടാവും? 3 to 5 മെമ്പർമാരാണ് ഉണ്ടാവുക. അതിൽ നിന്നൊരാളെ ചീഫ് പ്രൊമോട്ടറായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള സൊസൈറ്റിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ആരായിരിക്കും? ചീഫ് പ്രൊമോട്ടറായിരിക്കും. അതായത് രജിസ്ട്രാർ, സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള രജിസ്ട്രാർക്ക് എല്ലാ രേഖകളും സബ്മിറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ ചീഫ് പ്രൊമോട്ടറായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നോക്കാം. അപ്പോൾ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം അപേക്ഷ തയ്യാറാക്കണം. അപേക്ഷയെക്കുറിച്ച്, അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ ഏതിലാണ്? സെക്ഷൻ 6, റൂള് 3. എന്താണ് സെക്ഷനും റൂളും? ചിലർക്കത് സംശയം വരാം. കേരളത്തിൽ സൊസൈറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിയമം നിലവിൽ വന്നത് 1969 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റാണ്. KCS ആക്ട് എന്ന് പറയും. KCS ആക്ട് 1969 നിലവിൽ വന്നത്. ഈ ആക്റ്റിലാണ് സെക്ഷൻസ് ഉണ്ടാവുക. 110 സെക്ഷനും
201 റൂളുകളുമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഈ സെക്ഷൻ 6-ലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, അപേക്ഷയെക്കുറിച്ച് പറയുന്നത്. റൂൾ 3, റൂള് 3. അപ്പോൾ എന്താണ് റൂള് എന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. റൂൾ എന്ന് പറഞ്ഞാൽ ഈ ആക്റ്റിനെ പോലെ തന്നെ ആക്ട് പാസ്സാക്കുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ്, നിയമനിർമ്മാണ സഭ. കേരളത്തിലെ നിയമനിർമ്മാണ സഭയാണ് എന്ത് പാസ്സാക്കിയത്? ആക്ട് പാസ്സാക്കിയത്. ഇതിലാണ് സെക്ഷൻസ് ഉണ്ടാവുക. ഇനി റൂൾ പാസ്സാക്കുന്നത് ആരാണ്? റൂള് പാസ്സാക്കുന്നത് ഗവൺമെൻറ്റാണ്. റൂള് പാസ്സാക്കുന്നത് ഗവൺമെൻറ്. അപ്പോൾ ആക്ട് പാസ്സാക്കുന്നത് നിയമനിർമ്മാണ സഭയാണ്, അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. നിയമസഭയാണ് എന്ത് ചെയ്യുന്നത്? ആക്ട് പാസ്സാക്കുന്നത്. അതിലാണ് സെക്ഷൻസ് ഉണ്ടാവുക. സെക്ഷൻസിനാണ് പ്രാധാന്യം. റൂൾ ഒരിക്കലും സെക്ഷനെതിരായിട്ട് വരാൻ പാടില്ല. ഓക്കെ, റൂള് ഫ്രെയിം ചെയ്യുന്നത് ആരാണ്? റൂള് ഫ്രെയിം ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആക്ട് ശരിക്കും നടപ്പിലാക്കാൻ വേണ്ടി ഫോം ചെയ്തതാണ് എന്ത്? റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ KCS ആക്റ്റിൽ എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു? 110 സെക്ഷനുകളും 201 റൂളുമാണുള്ളത്. ഓക്കെ, ആക്ട് പാസ്സാക്കുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ്, സംസ്ഥാനത്തുള്ള നിയമസഭയാണ്. എന്നാൽ റൂള് പാസ്സാക്കുന്നത് ഭരിക്കുന്ന ഗവൺമെൻറ് ആയിരിക്കും. ഓക്കെ, അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത് ഞാൻ പറഞ്ഞു. ഏതിലാണ് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത്? സെക്ഷൻ 6-ലും റൂൾ 3-ലുമാണ്. അപ്പോൾ അതിൽ പറയുന്നു, എവറി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഷാൾ ബി മെയ്ഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ഇൻ ഫോം നമ്പർ 1. അപ്പോൾ ഒരു അപേക്ഷ, ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ, അത് ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് പറയുന്നത്. ഷാൾ ബി മെയ്ഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 കോപ്പി എന്നാണ് അതിനർത്ഥം. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ 2 കോപ്പി. അപ്പോൾ 2 കോപ്പി അപേക്ഷ ഉണ്ടായിരിക്കണം. അപേക്ഷ ഇൻ ഫോം നമ്പർ 1. അപേക്ഷ തയ്യാറാക്കേണ്ട ഫോമിൻ്റെ നമ്പർ എത്രയാണ്? ഫോം നമ്പർ 1-ലാണ് തയ്യാറാക്കേണ്ടത്. എന്ത്? അപേക്ഷ, അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. രജിസ്റ്റർ ചെയ്യുന്ന ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷ തയ്യാറാക്കേണ്ട ഫോം നമ്പർ ഏതാണ്? ഫോം നമ്പർ 1. ആ ഫോം നമ്പർ ഏതിലുണ്ടാവുക? അപ്പൻഡിക്സ് 2-ൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സൊസൈറ്റിയുടെ അപേക്ഷകൾ മൊത്തം പറഞ്ഞിരിക്കുന്ന ഏതിലാണ്? അപ്പൻഡിക്സ് 2-ലാണ്. അപ്പൻഡിക്സ് 2. ഓക്കെ, അപ്പൻഡിക്സ് 2-ലാണ് എന്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? സൊസൈറ്റിയുടെ എല്ലാ ഫോമുകളെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് അപ്പൻഡിക്സ് 2-ലാണ്. അപ്പോൾ 3 അപ്പൻഡിക്സുകളുണ്ട്. അപ്പൻഡിക്സ് 1, അപ്പൻഡിക്സ് 2, അപ്പൻഡിക്സ് 3. അപ്പോൾ അപ്പൻഡിക്സ് 2-ൽ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? വ്യത്യസ്ത ഫോമുകൾ, ഒരുപാട് ഫോമുകളുണ്ട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടത്. പിന്നെ രജിസ്ട്രേഷൻ നടത്തിക്കഴിഞ്ഞാൽ രജിസ്റ്റർ, അത് ഞാൻ പറയും, പിന്നീട് വരും. രജിസ്ട്രാർ റെക്കോർഡ് ചെയ്യുന്ന ഫോം, ഇങ്ങനെ ഒരുപാട് ഫോമുകളുണ്ട്. ഈ ഫോമുകളൊക്കെ ഏതിലാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പൻഡിക്സ് 2-ലാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ ഫോമുകളും ഏതിലാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പൻഡിക്സ് 2-ലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്പൻഡിക്സ് 2-ലാണ് ഫോമുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ എത്ര അപേക്ഷ ഉണ്ടായിരിക്കണം? ഒരപേക്ഷയുടെ 2 കോപ്പി ഉണ്ടായിരിക്കണം. അപേക്ഷയുടെ 2 കോപ്പി, അത് ഫോം നമ്പർ 1-ലായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. തയ്യാറാക്കേണ്ട ഇതിലാണ്? ഫോം നമ്പർ 1-ലാണ്. അടുത്തത്, ദ ആപ്ലിക്കേഷൻ ഷാൾ ബി സൈൻഡ് ബൈ എവ്രി വൺ ഓഫ് ദ ആപ്ലിക്കൻറ്റ് ഹൂ ഈസ് ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ മെമ്പർമാരായിട്ട് വരുന്നത് ഇൻഡിവിജ്വൽ വ്യക്തികളാണെങ്കിൽ, സാധാരണ വ്യക്തികളാണെങ്കിൽ എല്ലാവരും അതിൽ സൈൻ ചെയ്തിരിക്കണം. ദ ആപ്ലിക്കേഷൻ ഷാൾ ബി സൈൻഡ് ബൈ എവ്രി വൺ ഓഫ് ദി ആപ്ലിക്കൻറ്റ്. എല്ലാവരും ഇതിൽ എന്ത് ചെയ്യണം? സൈൻ ചെയ്തിരിക്കണം. ഹു ഈസ് ആൻ ഇൻഡിവിജ്വൽ ആണെങ്കിൽ എല്ലാവരും അതിൽ സൈൻ ചെയ്തിരിക്കണം. പിന്നെ വേർ ഓൾ ദ ആപ്ലിക്കൻസ് ആർ ഇൻഡിവിജ്വൽസ്, ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 25 ഇൻ ഡിഫറെൻറ്റ് ഫാമിലി. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഒരു സൊസൈറ്റി ഫോം ചെയ്യാൻ ഏറ്റവും ചുരുങ്ങിയത് എത്ര മെമ്പർമാർ വേണം? ഏറ്റവും ചുരുങ്ങിയത് 25 മെമ്പർമാർ വേണം. ഓക്കെ, 25 മെമ്പർമാരാണ് വേണ്ടത് സാധാരണ സൊസൈറ്റി. പിന്നെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആണെങ്കിലോ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആണെങ്കിൽ മിനിമം എത്ര ആൾ മതി? മിനിമം 10 ആണ്. ഓക്കെ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം.
സാധാരണ ഒരു സൊസൈറ്റി ഫോം ചെയ്യാൻ എത്ര മതി? 25 മെമ്പർമാർ വേണം. എന്നാൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആണെങ്കിൽ മിനിമം എത്ര ആൾ മതി? 10%, 10 ആളുകൾ മതി. എക്സെപ്റ്റ് ഇൻ കയർ ആൻഡ് ഹാൻഡ്ലൂം. കയർ ഹാൻഡ്ലൂം അങ്ങനെയുള്ള സൊസൈറ്റികൾ ഇൻഡസ്ട്രി ആണെങ്കിൽ പോലും അത് 25 തന്നെ വേണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് 10 മതിയെങ്കിലും കയർ ഹാൻഡ്ലൂം ഈ 2 സൊസൈറ്റികൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയിട്ട് രൂപീകരിക്കുകയാണെങ്കിൽ പോലും 25 മെമ്പർമാർ വേണം എന്നർത്ഥം. ഓക്കെ. ഇനി അപ്ലിക്കേഷൻ്റെ 2 കോപ്പി വേണമെന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് വേണ്ടത് നോക്കൂ. അപ്ലിക്കേഷൻ ഫോം ഷാൾ ബി അക്കമ്പനീഡ് ബൈ. അപ്ലിക്കേഷൻ്റെ 2 കോപ്പി വേണം. അതിനോട് കൂടെ എന്തൊക്കെയാണ് വേണ്ടത്? 3 കോപ്പീസ് ഓഫ് പ്രൊപ്പോസ്ഡ് ബൈലോ. പ്രത്യേകം ശ്രദ്ധിക്കണം, എത്ര കോപ്പിയാണ്? 3 കോപ്പി. 3 കോപ്പീസ് ഓഫ് പ്രൊപ്പോസ്ഡ് ബൈലോ. ബൈലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൊസൈറ്റിയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, സൊസൈറ്റിയുടെ അകത്തുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാനുള്ള നിയമം. ഇതിനെയാണ് പ്രൊപ്പോസ്ഡ് ബൈലോ, അതായത് ബൈലോ ആയിട്ട് അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് പ്രൊപ്പോസ്ഡ് ബൈലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 3 കോപ്പി, പ്രൊപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പീസ് എന്ത് ചെയ്യണം? അതിൽ അക്കമ്പനി ചെയ്തിരിക്കണം, അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെ എ ലിസ്റ്റ് ഓഫ് പേഴ്സൺസ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ഹു ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഷെയർ ക്യാപിറ്റൽ ടുഗദർ വിത്ത് ദ എമൗണ്ട് ഓഫ് എൻട്രൻസ് ഫീ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? എ ലിസ്റ്റ് ഓഫ് പേഴ്സൺ ഇൻ ഡ്യൂപ്ലിക്കേറ്റ്. ഇവിടെയും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ തന്ന, ഞാൻ നേരത്തെ പറഞ്ഞു മിനിമം എത്ര മെമ്പർമാർ വേണം? ഏറ്റവും ചുരുങ്ങിയത് 25 മെമ്പർമാരല്ലേ വേണ്ടത്. ചിലപ്പോൾ അത് 30 ആവാം, 40 ആവാം, 50 ആവാം, എത്രയും ആവാം, അതിന് പരിധിയില്ല. അപ്പോൾ 25 മെമ്പർമാരാണ് ഉള്ളതെങ്കിൽ അവരുടെ ലിസ്റ്റ്, പിന്നെ ആ ലിസ്റ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഹു ഹാവ് കോൺട്രിബ്യൂട്ടഡ്, ഷെയർ ക്യാപിറ്റൽ എത്രയാണോ അവർ തന്നത് അത് കൂടാതെ പിന്നെ അവരുടെ എൻട്രൻസ് ഫീ, ഇത് രണ്ടും അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ. എ ലിസ്റ്റ് ഓഫ് പേഴ്സൺസ് ഹു ഹാവ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ഹു ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഷെയർ എടുത്ത ആളെ, ഓരോരുത്തരും ഓരോ ഷെയർ എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചോളൂ. ചിലപ്പോൾ 2 ഷെയർ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ഷെയർ എത്രയാണോ എടുത്തത് ആ എടുത്ത ആളുകളുടെ ലിസ്റ്റ്, പിന്നെ അതിൻ്റെ 2 കോപ്പി വേണം. അതിൽ അവർ എത്ര ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ അവരുടെ എൻട്രൻസ് ഫീ എത്രയാണ്. ഓക്കെ, ഇത് രണ്ടും അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെ എ സർട്ടിഫിക്കറ്റ് ഫ്രം ദി ബാങ്ക് സ്റ്റേറ്റിംഗ് ദി ക്രെഡിറ്റ് ബാലൻസ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രെഡിറ്റ് ബാലൻസ് ഇൻ ഫേവർ ഓഫ് ദി സൊസൈറ്റി. ഇവിടെ പറഞ്ഞു ഈ മെമ്പർമാരിൽ നിന്ന് കളക്ട് ചെയ്ത ഷെയർ ക്യാപിറ്റൽ, ഈ ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടാണ്ട് എന്നതിനർത്ഥം. ക്രെഡിറ്റ് ബാലൻസ് ഇൻ ഫേവർ ഓഫ് ദി സൊസൈറ്റി, സൊസൈറ്റിക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടാനുണ്ട് എന്നർത്ഥം. അതാണ് ക്രെഡിറ്റ് ബാലൻസ്. എ സർട്ടിഫിക്കറ്റ് ഫ്രം ദി ബാങ്ക് സ്റ്റേറ്റിംഗ് ദി ക്രെഡിറ്റ് ബാലൻസ് ഇൻ ഫേവർ ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടാനുണ്ട്, ബാലൻസ്, അങ്ങനെയുള്ള ബാലൻസിനാണ് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, എങ്ങനെ? എ സർട്ടിഫിക്കറ്റ് ഫ്രം ദി ബാങ്ക് സ്റ്റേറ്റിംഗ് ദി ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ബാങ്കിൽ നിന്ന് എന്ത് കിട്ടണം? ഒരു ക്രെഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് ഏതിൻ്റെ കൂടെ വെച്ചിരിക്കണം? ഈ അപേക്ഷയുടെ കൂടെ വെക്കണം. ദ സ്കീം ഷോയിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി സൗണ്ട്നെസ് ഓഫ് ദ സൊസൈറ്റി. അതൊരു പ്രൊജക്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ സൊസൈറ്റി ഇങ്ങനെ ഭാവിയിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ സൗണ്ട്നെസ് കാണിക്കുന്ന ഒരു സ്കീം. ഓക്കെ, അതും ഇതിൻ്റെ കൂടെ വെച്ചിരിക്കണം. പിന്നെ എ ചലാൻ റെസീപ്റ്റ് ഫോർ ഹാവിങ് റെമിറ്റഡ് ദ രജിസ്ട്രേഷൻ ഫീ. ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് ഫീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഫീസ് അടച്ചതിൻ്റെ ചലാൻ റെസീപ്റ്റും കൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് നോക്കൂ. 3 കോപ്പീസ് ഓഫ് പ്രൊപ്പോസ്ഡ് ബൈലോ, 3 കോപ്പീസ് ഓഫ് പ്രൊപ്പോസ്ഡ് ബൈലോ, 3 കോപ്പി, ബൈലോയുടെ 3 കോപ്പി ഈ അപേക്ഷയുടെ കൂടെ വെച്ചിരിക്കണം. പിന്നെ എ ലിസ്റ്റ് ഓഫ് പേഴ്സൺസ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ്, ഇത് ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തികളുടെ ലിസ്റ്റ്, അവരുടെ ലിസ്റ്റിൻ്റെ 2 കോപ്പി ഉണ്ടായിരിക്കണം. പിന്നെ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ വെക്കണം, അപേക്ഷയുടെ കൂടെ വെക്കണം. പിന്നെ ദ സ്കീം ഷോയിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി സൗണ്ട്നെസ് ഓഫ് ദ സൊസൈറ്റി,
സൊസൈറ്റിയുടെ സൗണ്ട്നെസ് കാണിക്കുന്ന ഒരു സ്കീം അതും ഇതിൻ്റെ കൂടെ വെച്ചിരിക്കണം. എ ചലാൻ റെസിപ്റ്റ് ഫോർ ഹാവിങ് റെമിറ്റഡ് ദ രജിസ്ട്രേഷൻ ഫീ. സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഫീസ് അത് അടച്ചതിൻ്റെ ചലാൻ റെസിപ്റ്റും ഇതിൻ്റെ കൂടെ വെച്ചിരിക്കണം, അപേക്ഷയുടെ കൂടെ വെക്കണം. ഇനി ഈ അപേക്ഷാ ഫീസ് എന്ന് പറഞ്ഞല്ലോ, ഓരോ സൊസൈറ്റിയും ചലാൻ റെസിപ്റ്റ് ഇതിൻ്റെ കൂടെ വെക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഫീസ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? രജിസ്ട്രേഷൻ ഫീസ് തീരുമാനിക്കുന്നത് ഏരിയ ഓഫ് ഓപ്പറേഷനാണ്. എന്താണ്? ഏരിയ ഓഫ് ഓപ്പറേഷൻ്റെ ബേസിലാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ, സൊസൈറ്റിയുടെ പ്രവർത്തന പരിധി. ഓക്കെ, അപ്പോൾ എത്ര ഏരിയയിൽ ഇത് പ്രവർത്തിക്കുന്നു എന്ന ബേസിലാണ് എന്ത് തീരുമാനിക്കുന്നത്? രജിസ്ട്രേഷൻ ഫീസ് തീരുമാനിക്കുന്നത്. അപ്പോൾ വിത്തിൻ എ താലൂക്ക്, ഒരു താലൂക്കിലാണ് ഒരു സൊസൈറ്റിയുടെ പ്രവർത്തനം, ഒരു താലൂക്കിൽ മാത്രം. അങ്ങനെയാണെങ്കിൽ 2000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. ഇനി അടുത്ത് നോക്കൂ, എ താലൂക്ക് ആൻഡ് എബോ ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക്റ്റ്. ഒരു താലൂക്കിൽ കൂടുതൽ, ചിലപ്പോൾ നിങ്ങൾ ഒരു താലൂക്കിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ജില്ലയിൽ ചിലപ്പോൾ 4 or 3 താലൂക്കുകളൊക്കെ ഉണ്ടാവും. അപ്പം 3 താലൂക്കുള്ള ഒരു ജില്ലയെന്ന് വിചാരിച്ചോളൂ. അപ്പം 2 താലൂക്കിൽ ഇതിൻ്റെ പ്രവർത്തനമുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക്റ്റ്, ഒരു ഡിസ്ട്രിക്റ്റ് മൊത്തമായിട്ടില്ല, ഒരു ജില്ലയിൽ 2 താലൂക്കിലുണ്ട് എന്ന് മനസ്സിലാക്കാം. ഒരു ജില്ല മൊത്തമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 4000 രൂപ രജിസ്ട്രേഷൻ ഫീസായിട്ട് അടയ്ക്കണം. എന്നാൽ എ ഡിസ്ട്രിക്റ്റ്, ഒരു ജില്ല മുഴുവനും അതിൻ്റെ പ്രവർത്തന പരിധിയാണെങ്കിൽ 5000 രൂപ രജിസ്ട്രേഷൻ ഫീസായിട്ട് അടയ്ക്കണം. മോർ ദാൻ വൺ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ജില്ലയിൽ കൂടുതൽ, ഒരു സംസ്ഥാനം മൊത്തം തുല്യമാണ്. എങ്ങനെ? 2 ജില്ലയിലായാലും 3 ജില്ലയിലായാലും ഇനി ഈ സംസ്ഥാനം മൊത്തം ആയാലും ഫീസ് എത്രയാണ്? 10,000. അപ്പോൾ ഫീസൊന്നും കൂടെ പറയാം. ഏരിയ നോക്കിയിട്ടാണ് ഫീസ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, വിത്തിൻ എ താലൂക്ക്, ഒരു താലൂക്കിലാണെങ്കിൽ 2000, എ താലൂക്ക് എബോവ് ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക്റ്റ്, ഒരു ഡിസ്ട്രിക്റ്റിൽ താഴെ, ഒരു താലൂക്കിൽ കൂടുതലും ഒരു ജില്ലയിൽ താഴെയുമാണെങ്കിൽ 4000. ഇനി ഒരു ജില്ല മൊത്തമാണെങ്കിലോ എ ഡിസ്ട്രിക്റ്റ്, അപ്പോൾ 5000. മോർ ദാൻ വൺ ഡിസ്ട്രിക്റ്റ്, ഒരു ജില്ലയിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനം മൊത്തം എന്നുള്ള അർത്ഥത്തിൽ. ഒരു ജില്ലയിൽ കൂടുതൽ, 2 ജില്ലയിലായാലും 3 ജില്ലയിലായാലും ഒക്കെ സമമാണ്. അപ്പോൾ 10000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. ഇനി 5ാമത്തത്, ഇവിടെ ഏരിയ നോക്കുന്നില്ല. ഇവിടെ വുമൺ SC/ST അവർ എത്ര ഏരിയ എന്നുള്ളത് പരിഗണിക്കുന്നില്ല. അവർക്ക് വുമൺ സൊസൈറ്റി ആണെങ്കിലും ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഇത്തരം സൊസൈറ്റികൾക്ക് 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. ഇനി സ്കൂൾ അല്ലെങ്കിൽ കോളേജ് സൊസൈറ്റീസ്, സ്കൂൾ സൊസൈറ്റി അല്ലെങ്കിൽ കോളേജ് സൊസൈറ്റി, ഇതിന് രജിസ്ട്രേഷൻ ഫീസ് 100 രൂപയാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, വുമൺ അല്ലെങ്കിൽ SC/ST സൊസൈറ്റികൾക്ക് രജിസ്ട്രേഷൻ ഫീസ് എത്രയാണ്? 500 ആണ്. സ്കൂൾ കോളേജ് സൊസൈറ്റികൾക്ക് 100 റുപ്പീസാണ് രജിസ്ട്രേഷൻ ഫീസ്. ഓക്കെ, ഈ രജിസ്ട്രേഷൻ ഫീസ് അടച്ച ഒരു ചലാൻ റെസിപ്റ്റും കൂടെ എന്തിൻ്റെ കൂടെ വെക്കണം? ഈ അപേക്ഷയുടെ കൂടെ വെക്കണം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത്, വേർ എനി മെമ്പർ ഓഫ് എ സൊസൈറ്റി ടു ബി രജിസ്റ്റേർഡ് ഈസ് എ രജിസ്റ്റേർഡ് സൊസൈറ്റി. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഒരു സൊസൈറ്റി, അതിൽ മെമ്പറായിട്ട് വരുന്നത് മറ്റൊരു രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയാണ്. ഇതുപോലെയുള്ള ഒരുപാട് സൊസൈറ്റികൾ ഉണ്ടാവാമല്ലോ. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഒരു സൊസൈറ്റിയിൽ വേറൊരു സൊസൈറ്റി മെമ്പർ ആവുകയാണെങ്കിൽ എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് സച്ച് സൊസൈറ്റി ഷാൾ ബി ഓതറൈസ്ഡ് ടു സൈൻ ദ അപ്ലിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ അപേക്ഷയിൽ സൈൻ ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്? എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി, മാനേജിങ് കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾ മാത്രമേ സൈൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സാധാരണ മെമ്പർമാരെന്ത് ചെയ്യാൻ പാടില്ല? ഈ ആപ്ലിക്കേഷനിൽ ഒപ്പുവെക്കാൻ പാടില്ല. ആപ്ലിക്കേഷനിൽ ഒപ്പുവെക്കുന്നത്, ഒന്നുകൂടെ പറയാം, ഒരു സൊസൈറ്റി എ എന്ന് പറഞ്ഞൊരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വേറെ ഒരു സൊസൈറ്റി കെ എന്ന് പറഞ്ഞൊരു സൊസൈറ്റി നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൊസൈറ്റി എ എന്ന് പറഞ്ഞ സൊസൈറ്റിയിൽ മെമ്പറാവാൻ പോവുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ കെ എന്ന സൊസൈറ്റിയിലെ ബോർഡ് ഓഫ് ഡയറക്റ്റ് അല്ലെങ്കിൽ മെമ്പർ ഓഫ് ദ കമ്മിറ്റി, ഇതിലെ കമ്മിറ്റിയിലെ മെമ്പർമാർ അതിൽപ്പെട്ട ഒരാൾ മാത്രമേ
എയുടെ ഈ എ എന്ന് പറഞ്ഞ സൊസൈറ്റിയുടെ അപ്ലിക്കേഷനിൽ സൈൻ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ മറ്റൊരു സൊസൈറ്റി ഇതിൽ മെമ്പർ ആവുകയാണെങ്കിൽ, നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന സൊസൈറ്റിയിൽ മറ്റൊരു സൊസൈറ്റി എന്താവുകയാണെങ്കിൽ മെമ്പർ ആവുകയാണെങ്കിൽ, എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് സച്ച് സൊസൈറ്റി ഷാൾ ബി ഓതറൈസ്ഡ് ടു സൈൻ ദ അപ്ലിക്കേഷൻ. അപേക്ഷയിൽ സൈൻ ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്? എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി, കമ്മിറ്റിയിൽപ്പെട്ട ഒരാളായിരിക്കണം സൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത്, വേർ എനി മെമ്പർ ഓഫ് എ സൊസൈറ്റി to be registered is a body, whether statutory or non-statutory corporation, that body shall authorize any person to sign the application for registration. ഇനി ഒരു സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ പോകുന്നത്, ഒരു രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ പോകുന്നത് ആരാണെന്ന് വിചാരിച്ചോളൂ. ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടറി, നോൺ സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ കോർപ്പറേഷൻ. സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്നത് നമ്മളെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതുപോലെ കോർപ്പറേഷൻ, ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഗവൺമെൻറ് സ്റ്റാറ്റ്യൂട്ടറി ഇപ്പം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഒക്കെ നമ്മളെ സൊസൈറ്റിയിൽ മെമ്പർ ആവുകയാണെങ്കിൽ, പിന്നെ എനി പേഴ്സൺ, ഇപ്പോൾ പഞ്ചായത്തിൽ ആരെങ്കിലും ഒന്ന് സൈൻ ചെയ്താൽ മതി. എനി പേഴ്സൺ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എനി പേഴ്സൺ ഓഫ് ദ പഞ്ചായത്താണ് നമ്മളുടെ സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ വരുന്നതെങ്കിൽ ആ പഞ്ചായത്തിൽ ആര് സൈൻ ചെയ്താൽ മതി. എനി പേഴ്സൺ ടു സൈൻ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. ഓക്കെ, ഇനി അടുത്തത്, ദ ആപ്ലിക്കേഷൻ ഷാൾ ബി സെൻഡ് ടു ദ രജിസ്ട്രാർ ബൈ എ രജിസ്റ്റേർഡ് പോസ്റ്റ്. ഇത് ഒരു മിസ്റ്റേക്ക് ഒന്നാണ്, ഇതൊന്നും പരിഗണിക്കേണ്ട, ഇത്രയും നോക്കണ്ട, ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ മതി. ദ ആപ്ലിക്കേഷൻ ഷാൾ ബി സെൻഡ് ടു ദ രജിസ്ട്രാർ ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് ഓർ ഇൻ പേഴ്സൺ. അപ്പോൾ ആപ്ലിക്കേഷൻ നമുക്ക് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നേരിട്ട് രജിസ്ട്രാറുടെ അടുത്ത് നമുക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കാം. സെൻഡ് ടു ദ രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള രജിസ്ട്രാർ. അപ്പോൾ ആ രജിസ്ട്രാറുടെ അടുത്ത് നമുക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞത് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനാണ്. അത് സെക്ഷൻ 6-ലും റൂള് 3-ലായിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് രജിസ്ട്രേഷൻ. നമ്മൾ അപേക്ഷ തയ്യാറാക്കി, ഇനി നമ്മൾ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടോ അല്ലെങ്കിൽ പിന്നെ നേരിട്ടോ എവിടേക്ക് എത്തിച്ചു? ഈ ഫോമിൻ്റെ കൂടെ ഈ കാര്യങ്ങളൊക്കെ വെച്ച് എവിടേക്ക് എത്തിച്ചു? രജിസ്ട്രാറുടെ കയ്യിലേക്ക് എത്തിച്ചു, സൊസൈറ്റിയുടെ രജിസ്ട്രാറുടെ അടുത്തേക്ക് എത്തിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് രജിസ്ട്രേഷനാണ്. അപ്പോൾ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 7 റൂള് 4. സെക്ഷൻ 7 റൂള് 4 രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്ന ഏതാണ്? സെക്ഷൻ 7 റൂള് 4. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. സെക്ഷൻ 7 റൂള് 4 രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത്. അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണെങ്കിലോ സെക്ഷൻ 6 റൂള് 3. ശ്രദ്ധിക്കണം, അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണെങ്കിൽ സെക്ഷൻ 6 റൂള് 3 ആയിരുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ 25 പേര് ഒരുമിച്ച് കൂടി അതിൽ നിന്ന് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി ഉണ്ടാക്കി, അതിൽ നിന്ന് ഒരാളെ ചീഫ് പ്രൊമോട്ടറായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തു. എന്നിട്ട് ഇയാൾ അപേക്ഷ ഉണ്ടാക്കി, അതിൻ്റെ കൂടെ വെക്കേണ്ട ഡോക്യുമെൻറ്റ്സൊക്കെ തയ്യാറാക്കി നമ്മൾ എവിടേക്ക് അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ നേരിട്ട് എവിടേക്ക് എത്തിച്ചു? സൊസൈറ്റിയുടെ രജിസ്ട്രാറുടെ അടുത്തെത്തിച്ചു. അപ്പോൾ രജിസ്ട്രാറുടെ അടുത്താണ് എന്തുള്ളത്? ഫോം നമ്പർ 1-ലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തത്? അപേക്ഷ തയ്യാറാക്കിയത്. അത് എവിടേക്ക് എത്തിച്ചു? നമ്മൾ സൊസൈറ്റിയുടെ രജിസ്ട്രാറുടെ അടുത്താണുള്ളത്. ഇനി നമുക്ക് രജിസ്ട്രേഷനെ കുറിച്ച് പറയാം. ഇങ്ങനെ കിട്ടുന്ന അപേക്ഷ രജിസ്ട്രാറുടെ അടുത്തുള്ളത്, ആരുടെ അടുത്താണുള്ളത്? രജിസ്ട്രാർ സൊസൈറ്റിയുടെ രജിസ്ട്രാറുടെ അടുത്താണ് എന്തുള്ളത്? അപേക്ഷയുള്ളത്, നമ്മൾ അയച്ച അപേക്ഷയുള്ളത്. രജിസ്ട്രാർ ഇത് സ്വീകരിക്കുന്നു. ഓൺ റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ the registrar shall enter the particulars in the register of application in form number 2. അപ്പോൾ നമ്മൾ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് എല്ലാം, ഈ അപേക്ഷയിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫോം നമ്പർ 2-ൽ, ഇതാണ് അവിടുത്തെ രജിസ്റ്റർ, ഫോം നമ്പർ 2-ൽ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുന്നു. ആര്? രജിസ്ട്രാർ റെക്കോർഡ് ചെയ്യുന്നു. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ ഏതിലേക്കാണ് പകർത്തിയിരുന്നത്? ഫോം നമ്പർ 2. പ്രത്യേകം ശ്രദ്ധിക്കണം,
നമ്മൾ ഫോം നമ്പർ 1 അപേക്ഷ തയ്യാറാക്കിയത്. ആ ഫോം എവിടേക്ക് അയച്ചു കൊടുത്തു? നമ്മൾ രജിസ്ട്രാറുടെ അടുത്തേക്ക് അയച്ചു കൊടുത്തു. എവിടേക്ക്? രജിസ്ട്രാറുടെ അടുത്തേക്ക് അയച്ചു കൊടുത്തു. രജിസ്ട്രാർ അത് സ്വീകരിച്ചു. എന്നിട്ട് അതിലുള്ള ഡീറ്റെയിൽസൊക്കെ ഏതിലേക്ക് പകർത്തി എഴുതി? ഫോം നമ്പർ 2. എന്തിലേക്ക് എഴുതിയത്? ഫോം നമ്പർ 2. ഓക്കെ, നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷനിലുള്ള ഡീറ്റെയിൽസൊക്കെ എവിടേക്ക് പകർത്തി എഴുതി? രജിസ്ട്രാർ അത് പിന്നെ ഫോം നമ്പർ 2 അത് പകർത്തി എഴുതി. ഓക്കെ, ഇനി രജിസ്ട്രാർ അത് പരിശോധിക്കും. നമ്മൾ കൊടുത്ത അപേക്ഷയെക്കുറിച്ച് നന്നായിട്ട് പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം എന്തൊക്കെയാണ് പരിശോധിക്കാൻ നോക്കാം. ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ്, രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹം പരിശോധിക്കാൻ നോക്കൂ. ദ ആപ്ലിക്കേഷൻ കമ്പൈൽസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ആൻഡ് റൂൾസ്. ഇങ്ങനെ the application complies the provisions of this act and rules. അപ്പോൾ നമ്മൾ അപേക്ഷയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ആക്റ്റിനും റൂളിനും അനുസരിച്ചുള്ളതായിരിക്കണം. അതിനെതിരായിട്ടൊന്നും വരാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ അപേക്ഷ ആക്റ്റിനും റൂളിനും എതിരായിട്ട് വരാൻ പാടില്ല. അത് വന്നിട്ടുണ്ടോ നോക്കും. പിന്നെ രണ്ടാമത്തത്, ദ ഒബ്ജക്ട്സ് ഓഫ് the proposed society are in accordance with the section 4. സെക്ഷൻ 4 ഞാൻ പറഞ്ഞു സൊസൈറ്റി ആക്റ്റിൽ എന്തുണ്ട്? സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ സെക്ഷൻ 4 എന്ത് പറയുന്നത്? ഒബ്ജക്ട്സ് ഓഫ് ദ സൊസൈറ്റി, കമ്പനിയുടെ ലക്ഷ്യം, എന്ത് തരം ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്ജക്ട്സ് ഓഫ് ദ സൊസൈറ്റിയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 4 അപ്പോൾ അതിന് അനുസരിച്ചുള്ളതാണോ ഈ സൊസൈറ്റി എന്ന് നോക്കും. അപ്പോൾ അതിന് അനുസരിച്ചുള്ള ആ ഒബ്ജക്റ്റ്, അപ്പോൾ സെക്ഷൻ 4 പറയുന്ന ഒബ്ജക്റ്റിനനുസരിച്ചിട്ടാണോ നമ്മൾ കൊടുത്ത സൊസൈറ്റിയുടെ അപേക്ഷയിൽ നമ്മൾ ഒബ്ജക്റ്റ് കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കും. പിന്നെ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി പ്രൊപ്പോസ്ഡ് സൊസൈറ്റി ആൻഡ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് അനദർ സൊസൈറ്റി ഓഫ് സിമിലർ ടൈപ്പ് ഡു നോട്ട് ഓവർലാപ്പ്. ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൊസൈറ്റി, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തന പരിധി മറ്റൊരു സൊസൈറ്റിയുടെ ഏരിയയുമായിട്ട് ഓവർലാപ്പ് ചെയ്യരുത്. ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മളുടെ ഒരു സൊസൈറ്റി ഇതാണെന്ന് വിചാരിച്ചോളൂ. നമ്മുടെ സൊസൈറ്റി ഇതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തന പരിധി ഇതാണ്, ഈ റൗണ്ടാണ് ഇതിൻ്റെ പ്രവർത്തന പരിധി. മറ്റൊരു സൊസൈറ്റിയുടെ പ്രവർത്തന പരിധിയുമായി നമ്മളുടെ സൊസൈറ്റിയുടെ പ്രവർത്തനം എന്താവരുത്? ഓവർലാപ്പ് ചെയ്യരുത് എന്നർത്ഥം. അങ്ങനെ ഓവർലാപ്പ് ചെയ്യാൻ പറ്റുന്ന സൊസൈറ്റികളുണ്ട്, അതാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ ക്രെഡിറ്റ് സൊസൈറ്റികൾക്കൊന്നും അങ്ങനെ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സൊസൈറ്റിയുടെ പ്രവർത്തനം മറ്റു സൊസൈറ്റിയുടെ ഏരിയയുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് രജിസ്ട്രാർ പരിശോധിക്കും. പിന്നെ that the proposed bylaw are not contrary to the provisions of the act and rules. നമ്മൾ പ്രൊപ്പോസ്ഡ് ബൈലോ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ സൊസൈറ്റിയുടെ അകത്തുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ബൈലോ എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ മാറ്റേഴ്സാണ് ഇതിലുണ്ടാവുക. അപ്പോൾ അത് എന്തിനെതിരായിട്ട് വരാൻ പാടില്ല? പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ആൻഡ് റൂൾസ്. ആക്റ്റിനും റൂളിനും, ആക്ട് ഞാൻ പറഞ്ഞു ആക്റ്റിൽ എന്തുണ്ടാവും? സെക്ഷൻസ് ഉണ്ടാവും. റൂൾ തന്നെ ഉണ്ടാവുക. അപ്പോൾ ആക്ട് പാസ്സാക്കുന്നത് ലെജിസ്ലേച്ചറാണ്, നിയമനിർമ്മാണ സഭയാണ്, അതായത് നിയമസഭയാണ്. എന്നാൽ റൂൾ ഉണ്ടാക്കുന്നത് ആരാണ്? റൂൾ ഉണ്ടാക്കുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ ആക്റ്റിനോ റൂളിനോ നമ്മളുടെ ബൈലോ, അതായത് സൊസൈറ്റിയുടെ ബൈലോ എതിരായിട്ട് വരാൻ പാടില്ല. ഇനി അടുത്തത്, അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് രജിസ്ട്രാർ നോക്കും. that the proposed society complies with the requirements of sound business. അപ്പോൾ ഈ പറഞ്ഞ സൊസൈറ്റിയുടെ സൗണ്ട്നെസ്സും കൂടി ആര് പരിശോധിക്കും? രജിസ്ട്രാർ പരിശോധിക്കും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അയാൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ദ രജിസ്ട്രാർ മേ കോൾ ഫോർ ഫർദർ ഇൻഫർമേഷൻ ദ ചീഫ് പ്രൊമോട്ടർ. നമ്മൾ ഈ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് ഒന്നും പോരായിക വന്നാൽ ഫർദർ ഇൻഫർമേഷന് വേണ്ടി ആരെയാണ് വിളിക്കുന്നത്? രജിസ്ട്രാർ ആരെ വിളിക്കും? രജിസ്ട്രാർ ചീഫ് പ്രൊമോട്ടറെയാണ് വിളിക്കുക. ആരെ വിളിക്കുന്നു? ചീഫ് പ്രൊമോട്ടർ. ആരെ വിളിക്കുന്നു? ചീഫ് പ്രൊമോട്ടറെയാണ് ആര് വിളിക്കുന്നത്? രജിസ്ട്രാർ വിളിക്കുക. അപ്പോൾ നോക്കൂ, ദ രജിസ്ട്രാർ മേ കോൾ ഫോർ ഫർദർ ഇൻഫർമേഷൻ ദ ചീഫ് പ്രൊമോട്ടർ.
നമുക്ക് ഫർദർ ഇൻഫർമേഷൻ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ രജിസ്ട്രാർ ആരെ വിളിക്കും? രജിസ്ട്രാർ മേ കോൾ ചീഫ് പ്രൊമോട്ടറെയാണ് വിളിക്കുക. ഇനി എടുത്ത് നോക്കൂ. ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറിച്ച് ഇയാൾ രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആണ്. ഹി മേ രജിസ്റ്റർ ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ബൈലോസ് ആൻഡ് ഇഷ്യൂ ടു ദ സൊസൈറ്റി അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇൻ ഫോം നമ്പർ 3. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇദ്ദേഹം രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആണ്. ഈ സൊസൈറ്റിയുടെ, നമ്മൾ പറഞ്ഞ പ്രൊപ്പോസ്ഡ് സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളിലും ഇദ്ദേഹം എന്താണ്? ഹി മേ രജിസ്റ്റർ, അങ്ങനെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അദ്ദേഹം രജിസ്റ്റർ ചെയ്യും ദ സൊസൈറ്റി. ഹി മേ രജിസ്റ്റർ ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ബൈലോയും കൂടി എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്യും. അപ്പോൾ സൊസൈറ്റിയും രജിസ്റ്റർ ചെയ്യും, ബൈലോയും രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ആൻഡ് ഇഷ്യൂ ടു ദ സൊസൈറ്റി എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ വിതരണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനും വിതരണം ചെയ്യും. അത് വിതരണം ചെയ്യുന്നത് ഫോം നമ്പർ 3 ഫോം നമ്പർ 3 സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ തയ്യാറാക്കുക. അപ്പോൾ 3 ഫോമുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫോം നമ്പർ 1 എന്തായിരുന്നു? നമ്മൾ അപേക്ഷ തയ്യാറാക്കേണ്ടത്, അപ്ലിക്കേഷൻ തയ്യാറാക്കേണ്ടത് ഫോം നമ്പർ 1 നമ്മൾ കൊടുത്ത അപേക്ഷയിൽ നോക്കി രജിസ്ട്രാർ പകർത്തി എഴുതുന്നത് ഏതാണ്? ഫോം നമ്പർ 2 ഇനി രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടാൽ നമ്മുടെ സൊസൈറ്റി പ്രൊപ്പോസ് സൊസൈറ്റിയെക്കുറിച്ച് ഇദ്ദേഹത്തിന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഫോം നമ്പർ 3 അപ്പോൾ 3 ഫോമുകൾ ഓർത്തിരിക്കുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് എന്തില്ല? ചിലവൊന്നുമില്ല, അതിന് ഫീസൊന്നുമില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഓക്കെ. ദ രജിസ്ട്രാർ മേ രജിസ്റ്റർ ദ സൊസൈറ്റി വിത്തിൻ എ പീരീഡ് ഓഫ് 90 days ഫ്രം ദി ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ. അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത്, രജിസ്ട്രാർക്ക് ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അത് 90 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? അതിനൊരു തീരുമാനം എടുക്കണം. ഓക്കെ. ദ രജിസ്ട്രാർ മേ രജിസ്റ്റർ, അത് രജിസ്റ്റർ ചെയ്യുന്നത് സൊസൈറ്റി വിത്തിൻ എ പീരീഡ് ഓഫ് 90 days. 90 days ആണ്. പ്രത്യേകം ശ്രദ്ധിക്കാം. 90 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? 90 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ. ഒരു സൊസൈറ്റിയുടെ അപേക്ഷ കിട്ടി, രജിസ്റ്റർ ചെയ്യുന്നുള്ള അപേക്ഷ കിട്ടി, 90 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ. ഇനി വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇദ്ദേഹം സാറ്റിസ്ഫൈഡ് അല്ല, രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് അല്ല, നമ്മൾ കൊടുത്ത അപേക്ഷയിൽ രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു സ്ഥിതി വന്നാലോ? അപ്പോൾ എന്ത് ചെയ്യും? വേർ ദ രജിസ്ട്രാർ റെഫ്യൂസസ് ടു രജിസ്റ്റർ എ സൊസൈറ്റി, he shall communicate the order of refusal with the reasons. Therefore, within 7 days of such order of such applicants as may be prescribed. അപ്പോൾ രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് അല്ല, നമ്മളുടെ അപേക്ഷയിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അദ്ദേഹം സെക്ഷൻ 7 രണ്ട് ഓപ്ഷൻ ഉണ്ട് അദ്ദേഹത്തിന്. റെഫ്യൂസ് ചെയ്യാം, നിരസിക്കാനുള്ള 2 ഓപ്ഷൻ ഉണ്ട്. സെക്ഷൻ 7 പ്രകാരം ഇത് റെഫ്യൂസ് ചെയ്യാം. രജിസ്ട്രാർക്ക് റെഫ്യൂസ് ചെയ്യാം. എങ്ങനെ റെഫ്യൂസ് ചെയ്യാം? സെക്ഷൻ 7 പ്രകാരമാണ് നിരസിക്കുന്നതെങ്കിൽ 7 ദിവസം, പ്രത്യേകം ശ്രദ്ധിക്കണം, 7 ദിവസത്തിനുള്ളിൽ ആരെ വിവരം അറിയിക്കണം? ചീഫ് പ്രൊമോട്ടറെ വിവരം അറിയിക്കണം. ഇദ്ദേഹം, അതായത് രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ, നമ്മുടെ സൊസൈറ്റിയെക്കുറിച്ച് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അത് റെഫ്യൂസ് ചെയ്തുകൊണ്ട്, നിരസിച്ചുകൊണ്ട്, അതിൻ്റെ കാരണം കൂടെ കാണിച്ചുകൊണ്ട് ആർക്ക് വിവരം അറിയിക്കണം? ചീഫ് പ്രൊമോട്ടറെ 7 ദിവസത്തിനുള്ളിൽ, വിത്തിൻ 7 days. ഏത് പ്രകാരം? സെക്ഷൻ 7 പ്രകാരം. ഓക്കെ. 7 ദിവസത്തിനുള്ളിൽ വിവരം അറിയിച്ചിരിക്കണം. ഇനി അടുത്ത് നോക്കൂ. The registrar shall pass an order refusal together with the reason therefore and communicate it by registered post or speed post or such courier service approved by the High Court of Kerala, Government of Kerala, to the chief promoter within 15 days of such order. ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് 2 ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന്, സെക്ഷൻ
ഒന്ന് സെക്ഷൻ 7(2) പ്രകാരം നിരസിക്കാം, അല്ലെങ്കിൽ റൂള് 4(5) പ്രകാരവും നിരസിക്കാം. 2 ഓപ്ഷനുണ്ട്. അപ്പോൾ സെക്ഷൻ 7(2) പ്രകാരമാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ ചീഫ് പ്രൊമോട്ടറെ വിവരം അറിയിക്കണം. ഇനി റൂള് 4(5) പ്രകാരമാണ് നിരസിക്കുന്നതെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ വിവരം അറിയിക്കണം. ഓക്കെ, ഒന്നുകൂടെ പറയാം. രജിസ്ട്രാർ നമ്മളുടെ അപേക്ഷയിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ 2 ഓപ്ഷൻ ഉണ്ട് അദ്ദേഹത്തിന് നിരസിക്കാൻ. ഒന്ന് സെക്ഷൻ 7(2) പ്രകാരമാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ ചീഫ് പ്രൊമോട്ടർ വിവരം അറിയിക്കണം. 4(5) പ്രകാരമാണെങ്കിൽ, ഏത് റൂള് 4(5) പ്രകാരമാണെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ വിവരം അറിയിക്കണം. ഇനി അടുത്തത്, എനി ഡിസിഷൻ ടു രജിസ്റ്റർ ദ സൊസൈറ്റി ഓർ എനി റിഫ്യൂസൽ ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷാൾ ബി മെയ്ഡ് വിത്തിൻ 90 days ഫ്രം ദി ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ നിരസിക്കുകയോ ചെയ്യുന്നത് 90 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? തീരുമാനം എടുക്കണം. ആര്? രജിസ്ട്രാർക്ക് അപേക്ഷ കിട്ടി അത് രജിസ്റ്റർ ചെയ്യാം. ഒന്നെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യാം, നിരസിക്കാം. രണ്ടും ആരുടെ ഓപ്ഷനാണ്? രജിസ്ട്രാറുടെ ഓപ്ഷനാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിലും റെഫ്യൂസ് ചെയ്യുകയാണെങ്കിലും അത് 90 ദിവസത്തിനുള്ളിൽ ചെയ്യണം. ഓക്കെ, ഒരപേക്ഷ കിട്ടി തീരുമാനമെടുക്കുന്നത് 90 ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കണം. ഓക്കെ, 90 days. Where the application for registration is not disposed by the registrar within the time specified, the applicant may make a representation before the registrar or government. അപ്പോൾ 90 ദിവസത്തിനുള്ളിൽ നമ്മളൊരു അപേക്ഷ കൊടുത്തു. ഒരപേക്ഷ ആർക്ക് കൊടുത്തു? രജിസ്ട്രാർക്ക് കൊടുത്തു. അപ്പോൾ ഈ 90 ദിവസത്തിനുള്ളിലാണ്, വിത്തിൻ സ്പെസിഫൈഡ് ടൈം എന്ന് പറഞ്ഞതാണ് 90 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർ എന്ത് ചെയ്തില്ല? തീരുമാനങ്ങളൊന്നും പറഞ്ഞില്ല. ഓക്കെ, 90 ദിവസത്തിനുള്ളിൽ തീരുമാനങ്ങളൊന്നും എടുത്തില്ല. അപ്പം നമുക്ക് ഈ അപേക്ഷകൻ എവിടേക്ക് പോകാം? അപ്പീലുമായിട്ട് രജിസ്ട്രാറുടെ അടുത്തേക്കോ ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്കോ പോകാം. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് രജിസ്ട്രാർ അല്ലേ, പിന്നെയും രജിസ്ട്രാർ എങ്ങനെ വന്നു എന്നൊരു ചോദ്യം വരും. നോക്കൂ, നമ്മുടെ രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ രജിസ്ട്രാറുടെ പദവി എന്ത് ചെയ്യുന്നുണ്ട്? അത് ഡെലിഗേഷൻ അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. താഴേക്ക് എന്ന് പറഞ്ഞാൽ ഈ അധികാരം വിഭജിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ വരുന്നത് ആരാണ്? നോക്കൂ, രജിസ്ട്രാർ. നമ്മളെല്ലാ രജിസ്ട്രേഷനും തിരുവനന്തപുരത്തുള്ള IAS RCSൻ്റെ അടുത്തേക്കല്ല, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നാണ് പറയുക. ഏറ്റവും ടോപ്പിലുള്ളത് ആരാണ്? RCS അഥവാ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇദ്ദേഹം IAS. അപ്പോൾ തിരുവനന്തപുരത്തുള്ള PB നൂഹ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഇപ്പോഴാണ് PB നൂഹ്. അപ്പോൾ ഈ അപേക്ഷകളെല്ലാം നേരിട്ട് PB നൂഹിൻ്റെ അടുത്തേക്കല്ല നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ താലൂക്ക് ലെവലുള്ള ഒരു സൊസൈറ്റി ആണെങ്കിൽ നമ്മൾ ജോയിൻ്റ് രജിസ്ട്രാർ അടുത്തേക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ RCSൻ്റെ താഴെ ആരുണ്ട്? നോക്കൂ, ഇവിടെ അഡീഷണൽ രജിസ്ട്രാർ ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെയാണ് ജോയിൻ്റ് രജിസ്ട്രാർ, അതിൻ്റെ താഴെ ഡെപ്യൂട്ടി രജിസ്ട്രാർ, അതിൻ്റെ താഴെ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ. ഇങ്ങനെ രജിസ്ട്രാർമാർ താഴേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, താഴേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രജിസ്ട്രാർ നിരസിച്ചാൽ നമുക്ക് പിന്നെ എവിടേക്ക് പോകാം? RCSൻ്റെ അടുത്തേക്ക് പോകാം. അതാണ് ഇവിടെ പറഞ്ഞത്. ഒന്നുകൂടെ പറയാം, ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കുന്നത് രജിസ്ട്രാർ ആണെന്ന് പറഞ്ഞല്ലോ. രജിസ്ട്രാറാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജോയിൻ്റ് രജിസ്ട്രാറുടെ അടുത്താണ് അപേക്ഷ കൊടുത്തതെന്ന് വിചാരിച്ചോളൂ. അദ്ദേഹം 90 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ എവിടേക്ക് പോകാം? RCSൻ്റെ അടുത്തേക്ക് പോകാം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്, രജിസ്ട്രാർ ഓർ ഗവൺമെൻറ്. എന്നിട്ട് നമ്മൾ തിരുവനന്തപുരത്തുള്ള RCSൻ്റെ അടുത്തേക്ക് ഒരപേക്ഷയുമായി പോയി. അദ്ദേഹവും നിരസിച്ചാലാണ് നമ്മൾക്ക് എവിടേക്ക് പോകാനുള്ളത്? ഗവൺമെൻറ്. ഓക്കെ, RCSും നിരസിച്ചു. RCS എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഏറ്റവും ടോപ്പിൽ വരുന്നത് RCS ആണ്. RCSും നമ്മളുടെ അപേക്ഷ നിരസിച്ചാൽ നമുക്ക് നേരെ എങ്ങോട്ട് പോകാം? ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്ക് പോവാം. ഓക്കെ, ഇനി ഇങ്ങനെ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ ഒരു അപേക്ഷ കിട്ടി, ഒരു അപ്പീൽ കിട്ടിയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നിരസിച്ച ഒരു അപേക്ഷ വീണ്ടും വന്നപ്പോൾ അത് രജിസ്ട്രാർ അടുത്തുണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അടുത്തുണ്ട്.
അവർ ഇതിൽ തീരുമാനം എടുക്കേണ്ടത് വിത്തിൻ 60 days ഫ്രം ദി ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ റെപ്രസെൻറ്റേഷൻ ആണ്. മനസ്സിലായി കാണൂല, ഒന്നുകൂടെ പറയാം. നമ്മളൊരു അപേക്ഷ ഒരു രജിസ്ട്രാർ താലൂക്ക് വരെയുള്ള ഒരു സൊസൈറ്റി, അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ ജോയിൻ്റ് രജിസ്ട്രാറുടെ അടുത്ത് നമ്മൾ അപേക്ഷ കൊടുത്തു, ജോയിൻ്റ് രജിസ്ട്രാർ. അപ്പോൾ ജോയിൻ്റ് രജിസ്ട്രാർ ഇത് തീരുമാനമെടുക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 90 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. ഇദ്ദേഹം നമുക്ക് റിപ്ലൈ ഒന്നും തന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് RCSൻ്റെ അടുത്തേക്ക് പോകാം. RCSൻ്റെ അടുത്തേക്ക് പോകാം. ഓക്കെ, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഇങ്ങനെ RCS തീരുമാനമെടുക്കേണ്ടത് ഇതിൽ എത്ര ദിവസത്തിനുള്ളിലാണ്? 60 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. ഇനി RCSും നമുക്ക് അനുകൂലമായിട്ട് തീരുമാനമൊന്നും വന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ എവിടേക്ക് പോകാം? ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് ഇതിന് എത്ര ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കണം? 60 days. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദ രജിസ്ട്രാർ ഓർ ഗവൺമെൻറ് ആസ് ദ കേസ് മേ ബി ഷാൾ വിത്തിൻ 60 days ഫ്രം ദി ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഇഷ്യൂ ഡയറക്ഷൻ ടു ദ അതോറിറ്റി കൺസേൺഡ് ടു ടേക്ക് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ ഓൺ ദ ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ആൻഡ് അതോറിറ്റി കൺസേൺഡ് ഷാൾ കംപ്ലൈ വിത്ത് ദ സച്ച് ഡയറക്ഷൻ. എന്ന് പറഞ്ഞാൽ അപ്പീൽ കിട്ടി രജിസ്ട്രാറോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? തീരുമാനമെടുക്കണം എന്നർത്ഥം. ഇനി നേരത്തെ പറഞ്ഞു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ 3 തരിക എന്ന് പറഞ്ഞു. ഫോം നമ്പർ 3 എന്ത് നൽകുന്നത്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 8-ൽ 1. സെക്ഷൻ 8-ൽ സബ്സെക്ഷൻ 1. എന്തിനെക്കുറിച്ച് പറയുന്നത്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. RCയെ കുറിച്ച് പറഞ്ഞതിലാണ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 8-ൽ 1. സെക്ഷൻ 8-ൽ 1. അപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ ആധികാരികമായ രേഖയാണെന്ത്? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ഓഫ് എ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. എന്നാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ മിനിറ്റ് ബുക്കാണ്. മിനിറ്റ്സ് ബുക്കാണ് എന്ത്? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റർ. ഒരു കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണെന്ന് ഓർക്കുക. അപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? സെക്ഷൻ 8 സബ്സെക്ഷൻ 1-ലാണ്. ഇനി ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? സെക്ഷൻ 8-ൽ 2 റൂള് 4-ൽ A ആണ്. റൂള് 4A-ലാണ് അല്ലെങ്കിൽ സെക്ഷൻ 8-ൽ 2-ലാണ് എന്ത് പറയുന്നത്? ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഏതാണ്? ഒന്നുകൂടെ പറയാം. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇറക്കവറബിളി ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടു പോയി. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇറക്കവറബിളി ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടു പോയി. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ കൊടുക്കാം. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ അപേക്ഷ കൊടുത്താൽ അപ്പോൾ രജിസ്ട്രാർ അത് പരിശോധിച്ച് നോക്കും. ഏതൊക്കെയാണ് പരിശോധിക്കുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ഡീറ്റെയിൽസ് അവൈലബിൾ ഇൻ ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ റെക്കോർഡ്സ് അവൈലബിൾ വിത്ത് ദ രജിസ്ട്രാർ ഷാൾ ഇഷ്യൂ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ ഫോം നമ്പർ 3A-യിലാണ്. 3A ഒന്നും കൂടെ പറയാം. ഒരു സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയാൽ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 8-ൽ 2 റൂൾ 4A-യിലാണ്. 8-ൽ 1 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത്. 8-ൽ 2 എന്താ പറയുന്നത്? ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. റൂൾ എത്രയാണത്? റൂള് 4A-യിലാണ്. എന്തിനെക്കുറിച്ച് പറയുന്നത്? റൂള് 4A-യിലാണ് ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നത്. അത് എത്രാം ഫോമിലാണ് നൽകുക? ഫോം നമ്പർ 3A-യിലാണ്
3A എന്ത് നൽകുന്നത്? ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഓക്കെ, ഇതൊക്കെ നൽകാനുള്ള അധികാരം രജിസ്ട്രാർക്ക് മാത്രമാണ് കേട്ടോ. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും നൽകുന്നത് ആരാണ്? രജിസ്ട്രാർ തന്നെയാണ്. ഇനി നമുക്ക് ഇതുവരെ വന്ന ചോദ്യങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ടവ നോക്കാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു ഫോം എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാൻ എത്ര മെമ്പർമാർ മിനിമം വേണം? 25. 25 എന്ന് പറയുമ്പം ഡിഫറെൻറ്റ് ഫാമിലിയാണ് കേട്ടോ. ഡിഫറെൻറ്റ് ഫാമിലിയിൽ നിന്നുള്ള 25 മെമ്പർമാർ വേണം. ഇനി അടുത്ത് നോക്കൂ. മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു ഫോം ആൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഈസ് ഡാഷ്. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആണെങ്കിൽ മിനിമം എത്ര ആൾ മതി? 10 പേഴ്സൺസ്. 10%. എക്സെപ്റ്റ് കൊയർ ആൻഡ് ഹാൻഡ്ലൂം. കൊയറും ഹാൻഡ്ലൂമിനും എത്ര മെമ്പർമാർ തന്നെ വേണം? 25 തന്നെ വേണം. ഓക്കെ, ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആണെങ്കിൽ പോലും കൊയറും ഹാൻഡ്ലൂമിനും എത്ര മെമ്പർമാർ തന്നെ വേണം? 25 തന്നെ വേണം. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആണെങ്കിൽ എത്ര മതി? 10 പേഴ്സൺസ്. ഓക്കെ. ആസ് പെർ സെക്ഷൻ 6 ഫോർ ദി പർപ്പസ് ഓഫ് രജിസ്ട്രേഷൻ ദ മെമ്പർ ഓഫ് ഫാമിലി ഡസ് നോട്ട് ഇൻക്ലൂഡ് ഡാഷ്. സെക്ഷൻ 6 പ്രകാരം രജിസ്ട്രേഷന് കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഫോർ ദി പർപ്പസ് ഓഫ് രജിസ്റ്റർ മെമ്പർ ഓഫ് ഫാമിലി ഡസ് നോട്ട് ഇൻക്ലൂഡ്. അത് 19 മെമ്പർമാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫാദർ, വൈഫ്, ഹസ്ബൻഡ്, ഫാദർ, മദർ ഇങ്ങനെ പറഞ്ഞു. അതിൽ ഉൾപ്പെടാത്തത് അങ്കിളാണ്. അങ്കിൾ ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ഫാമിലി. പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്കിൾ ഡസ് നോട്ട് ഇൻക്ലൂഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ആസ് പെർ ഡാഷ് സെക്ഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള ആർ രജിസ്റ്റേർഡ്. കേരളത്തിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്യുന്നത് സെക്ഷൻ ഏത് പ്രകാരമാണ്? രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 7 സെക്ഷൻ 6 എന്തായിരുന്നു? അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനാണ്. അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനെ കുറിച്ചാണ് ഏതിൽ പറയുന്നത്? സെക്ഷൻ 6 പറയുന്നത്. ഓക്കെ. ദ ഫസ്റ്റ് കമ്മിറ്റി ഫോംഡ് ഫോർ ദ പർപ്പസ് ഓഫ് രജിസ്ട്രേഷൻ ഏതാണ്? രജിസ്ട്രേഷന് വേണ്ടി രൂപീകരിക്കുന്ന ആദ്യത്തെ കമ്മിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയാണ്. പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി ഇൻക്ലൂഡ് ഡാഷ് മെമ്പേഴ്സ് 3 to 5 മെമ്പേഴ്സ്. 3 to 5 മെമ്പർമാരാണ് ഇതിലുണ്ടാവുക? പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയിൽ ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് മീൻസ് എ പേഴ്സൺ എലക്റ്റഡ് അറ്റ് ദ മീറ്റിംഗ് ഓഫ് ദി പ്രൊമോട്ടേഴ്സ് and authorized by the registrar to collect initial share capital before registration and who shall take all such necessary steps for the registration of cooperative society. ഒരാൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് പ്രൊമോട്ടേഴ്സ് മീറ്റിങ്ങിൽ നിന്നാണ്. അപ്പോൾ രജിസ്ട്രാർ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനൊക്കെയാണ് ചുമതലപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ടു കളക്ട് ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യണം മെമ്പർമാരിൽ നിന്ന്. അതുപോലെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള നടപടികൾ ചെയ്യുക. ഇതിനു വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത ആളെ പേരെന്താണ്? ചീഫ് പ്രൊമോട്ടർ. എന്താണ്? ചീഫ് പ്രൊമോട്ടർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ചീഫ് പ്രൊമോട്ടർ. ഓക്കെ. അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി മെയ്ഡ് ഇൻ ഡാഷ് കോപ്പീസ്. അപ്ലിക്കേഷൻ ഫോം എത്ര എണ്ണം വേണം? ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് അർത്ഥം. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ 2 കോപ്പി ഉണ്ടായിരിക്കണം. അപേക്ഷ 2 കോപ്പി ഉണ്ടായിരിക്കണം. പിന്നെ ബൈലാണെങ്കിൽ 3 കോപ്പി ഉണ്ടായിരിക്കണം. ലിസ്റ്റ് ഓഫ് പേഴ്സൺസ് ഷെയർ തന്ന ലിസ്റ്റ് ഓഫ് പേഴ്സൺ 2 കോപ്പിയാണ്. അതായത് ഡ്യൂപ്ലിക്കേറ്റ്. പ്രൊപ്പോസ്ഡ് ബൈലയുടെ 3 കോപ്പി ഉണ്ടായിരിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. where the registrar is satisfied the original registration certificate is irrecoverably lost on the basis of details available in the audit certificate and the records available with the registrar shall issue duplicate certificate in form number dash. അതായത് നമ്മളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ അതിന് വേണ്ടിയുള്ള ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ അപേക്ഷ സമർപ്പിച്ചു.
അങ്ങനെ അപേക്ഷ സമർപ്പിച്ചാൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ നിന്നുള്ള വിവരങ്ങളും രജിസ്ട്രാറിലുള്ള മറ്റുള്ള വിവരങ്ങളും നോക്കിയിട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത് എത്രാമത്തെ ഫോം നമ്പറിലാണ്? ഫോം നമ്പർ 3A ആണ് കറക്റ്റ് ആൻസർ. 3Aയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത് ഏത് ഫോമിലാണ്? 3Aയിലാണ്. അപ്പോൾ ഫോം നമ്പർ 1 എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു, അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി മെയ്ഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ഫോം നമ്പർ 1 ഡാഷ്. ഇത്രയാണ് ഫോം നമ്പർ 1ലാണ് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. ഇനി ഫോം നമ്പർ 2ൽ എന്തായിരുന്നു പറഞ്ഞത്? ഫോം നമ്പർ 2ൽ നമ്മൾ കൊടുത്ത വിവരങ്ങൾ രജിസ്ട്രാർ റെക്കോർഡ് ചെയ്യുന്നത് ഏതിലാണ്? ഫോം നമ്പർ 2. അപേക്ഷ നമ്മൾ കൊടുക്കുന്ന അപേക്ഷ ഫോം നമ്പർ 1ലാണ്. രജിസ്ട്രാർ ആ വിവരങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് ഫോം നമ്പർ 2ലാണ്. രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ RC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് രജിസ്ട്രേഷൻ 3ലാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചു തരുന്നത് 3Aയിലാണ്. ഓക്കെ, ഇതാണ് ഇത്രയും ഫോമുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ആപ്ലിക്കേഷൻ ഫോം ഷാൾ അഫിക്സ് എ കോഡ് ഫീ സ്റ്റാമ്പ് ഓഫ് ഡാഷ് റുപ്പീസ്. അപേക്ഷയിൽ എത്ര രൂപയുടെ സ്റ്റാമ്പാണ്? കോഡ് ഫീ സ്റ്റാമ്പ് അപേക്ഷയിൽ നമ്മൾ പതിക്കണം. അപ്പോൾ എത്ര രൂപയുടെ സ്റ്റാമ്പാണ് പതിക്കേണ്ടത്? ₹5. 5 രൂപയുടെ കോഡ് ഫീ സ്റ്റാമ്പ് എന്ത് ചെയ്യണം? അപേക്ഷയിൽ പതിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷാൾ ബി സൈൻഡ് ബൈ. ഇൻഡിവിജ്വൽ ആണെങ്കിൽ എത്ര മെമ്പർമാർ സൈൻ ചെയ്യണം? ഓൾ ദ ആപ്ലിക്കൻസ്. എല്ലാ മെമ്പർമാരും എന്ത് ചെയ്യണം? അപേക്ഷയിൽ സൈൻ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, വേർ എനി മെമ്പർ ഓഫ് എ സൊസൈറ്റി ടു ബി രജിസ്റ്റേർഡ് ഈസ് രജിസ്റ്റേർഡ് സൊസൈറ്റി, എ ഡാഷ് ഓഫ് സച്ച് സൊസൈറ്റി ഷാൾ ബി ഓതറൈസ്ഡ് ടു സൈൻ. ഒരു സൊസൈറ്റിയിൽ മെമ്പറാവുന്നത് മറ്റൊരു സൊസൈറ്റി ആണെങ്കിൽ ആരാണ് ഒപ്പുവെക്കേണ്ടത്? അപേക്ഷയിൽ ഒപ്പുവെക്കേണ്ടത് ആരാണ്? എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി. മാനേജിങ് കമ്മിറ്റിയിൽപ്പെട്ട ഒരാളെ സൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സൊസൈറ്റി മറ്റൊരു സൊസൈറ്റിയിൽ മെമ്പറാവുകയാണെങ്കിൽ അപേക്ഷയിൽ ഒപ്പുവെക്കേണ്ടത് ആരാണ്? കമ്മിറ്റിയിൽപ്പെട്ട ഒരാളായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വേർ എനി മെമ്പർ ഓഫ് എ സൊസൈറ്റി ടു ബി രജിസ്റ്റേർഡ് is a body, whether statutory, non-statutory corporation, that body shall be authorized to dash to sign the application for registration. അപ്പോൾ അപേക്ഷയിൽ നമ്മൾ മറ്റൊരു ബോഡി, കോർപ്പറേറ്റ് അല്ലെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പോലെയുള്ള സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനുകളാണ് നമ്മുടെ സൊസൈറ്റിയിൽ മെമ്പറാകാൻ വരുന്നതെങ്കിൽ അതിൽ നിന്ന് ആരാണ് സൈൻ ചെയ്യേണ്ടത്? എനി പേഴ്സൺ, ആർക്ക് വേണമെങ്കിലും സൈൻ ചെയ്യാമെന്നാണ് ഇതിനർത്ഥം. ഡാഷ് കോപ്പീസ് ഓഫ് പ്രൊപ്പോസ്ഡ് ബൈലോ ഷാൾ ബി അക്കമ്പനിഡ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. നമുക്ക് അപേക്ഷയിൽ ബൈലോയുടെ എത്ര കോപ്പിയാണ് വെക്കേണ്ടത്? ബൈലോയുടെ 3 കോപ്പിയാണ് വെക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മൾ ബൈലോ അമെൻമെൻറ്റ് നടത്താൻ പോവുകയാണെങ്കിലോ, ബൈലോ അമെൻമെൻറ്റ് നടത്തുകയാണെങ്കിൽ 4 കോപ്പി വെക്കണം. അപേക്ഷയുടെ കൂടെ 4 കോപ്പി വെക്കണം. ഇവിടെ 3 എണ്ണമാണ് വെക്കേണ്ടത്. ഇഫ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് വിത്തിൻ എ ഡിസ്ട്രിക്റ്റ്, എ രജിസ്ട്രേഷൻ ഫീ ഡാഷ്. ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഒരു സൊസൈറ്റിയുടെ പ്രവർത്തന പരിധിയെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് എത്രയായിരിക്കും? 5000. നമ്മൾ പഠിച്ചിരുന്നു 2000, 4000, 5000, 10000 ഇങ്ങനെയാണ് പോകുന്നത്. 2000 വിത്തിനെ താലൂക്കാണ്. ഇത് മോർ ദാൻ 1 താലൂക്ക് ബട്ട് ലെസ് ദാൻ ഡിസ്ട്രിക്റ്റ്. ഇതൊരു ഡിസ്ട്രിക്റ്റ് ഫുള്ളായിട്ട്, ബട്ട് ഇത് മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ് 10000. ഓക്കെ. ഇനി വുമൺ സൊസൈറ്റി, SC ST ഒക്കെ ആണെങ്കിൽ 500, സ്കൂൾ കോളേജ് ആണെങ്കിൽ 100. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.